ഹലോ ഗായ്സ്, ഇത് നമ്മുടെ വൺ സിയർ ചാറ്റ് ട്രേഡിൻ്റെ 11ാമത്തെ ദിവസം. ഒരു നല്ല ദിവസം, നല്ല മൂമെൻറ്റ്സ് കിട്ടിയ ദിവസമാണ് എന്തായാലും. ഇത് നമ്മുടെ എൻട്രി എൻ്റെ ഒരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് മാത്രം എനിക്കത് ടാർഗറ്റ് അടിച്ചിട്ട് എക്സിറ്റ് അടിക്കാൻ പറ്റാത്തതല്ല. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന 5K ക്യാപിറ്റലാണ് ഫസ്റ്റ് സ്റ്റേജ് യൂസ് ചെയ്ത് നമ്മളതിൽ ജസ്റ്റ് 2 ക്വാണ്ടിറ്റി എടുക്കേണ്ട ഒറ്റ ക്വാണ്ടിറ്റി എടുത്തൊരു ക്വാണ്ടിറ്റി എടുത്ത ഉടനെ തന്നെ പ്രോഫിറ്റിലേക്ക് വന്നപ്പോൾ പിന്നെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ നിന്നില്ല. ജസ്റ്റ് നമുക്ക് ആ ഒറ്റ ക്വാണ്ടിറ്റിൻ്റെ പുറത്ത് തന്നെ ഏറെക്കുറെ ഇന്ന് നമ്മൾ സെൻസെക്സിലാണ് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒറ്റ ക്വാണ്ടിറ്റിൻ്റെ പുറത്ത് തന്നെ നമുക്ക് 130 പോയിൻറ്റ്സോളം പ്രോഫിറ്റ് വന്നു. ബട്ട് നമുക്ക് 150 കിട്ടിയാണെങ്കിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് 130 പോയിൻറ്റ്സേ കിട്ടിയുള്ളൂ. 2 ക്വാണ്ടിറ്റി ആണെങ്കിൽ നല്ല പ്രോഫിറ്റിൽ എന്തായാലും നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടാവും. ഒറ്റ ക്വാണ്ടിറ്റി അതിൻ്റെ മിസ്റ്റേക്കിൻ്റെ പുറത്ത് മാത്രം ആ ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ പിന്നെ 1000 രൂപയ്ക്കുള്ള പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് ട്രെയിൽ ചെയ്യാന്നുള്ളത് കൊണ്ട് കോസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് വെച്ചു. അങ്ങനെ കോസ്റ്റിൽ എക്സിറ്റ് ആവുമായിരുന്നു ചെയ്തത്. ഇന്നത്തെ ദിവസം കോസ്റ്റിൽ എക്സിറ്റ് ആവുമായിരുന്നു ക്യാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു മൂവ്മെൻറ്റ്സ് കിട്ടി. നല്ല ഉടനെ തന്നെ നമ്മൾ എൻ്റെ കോസ്റ്റിൽ എക്സിറ്റ് അടിച്ച് കുറച്ചുകൂടെ താഴോട്ട് വന്നതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ബ്ലാസ്റ്റിംഗ് കിട്ടി. നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് 11:46 11:45 ഏറെക്കുറെ ഹാഫ് ആൻ അവറോളം ട്രേഡ് ഹോൾഡ് ആയിട്ടുണ്ടായിരുന്നു. നല്ല ട്രേഡ് ആയിരുന്നു വെച്ചാൽ അത്യാവശ്യം നല്ല ട്രേഡ് ആയിരുന്നു. എടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നായിരുന്നു. അത്യാവശ്യം സെൻസെക്സിലായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എൻട്രി ആയിരുന്നു. ഈ ഒരു പോയിന്റ് നിന്നായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം മേലോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് തന്നെ എൻട്രി എടുത്തോളം ജസ്റ്റ് 2 ലോട്ടായിരുന്നു ഞാൻ ആഡ് ചെയ്ത് ഉദ്ദേശിച്ച സംഭവം. 1 ലോട്ടായിപ്പോയി. മൈ മിസ്റ്റേക്ക്, എൻ്റെ ശ്രദ്ധക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ പറയണം. എൻട്രി എടുത്ത ഉടനെ തന്നെ സെൻസെക്സ് ആയതുകൊണ്ട് നല്ല രീതിക്ക് വോളറ്റിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് മൂവ്മെൻറ്റ്സ് കിട്ടുകയും ചെയ്തു. അത്യാവശ്യം എൻട്രി എടുത്തതും ചെറിയ പ്രോഫിറ്റ് വന്നു. അത്യാവശ്യം നമുക്ക് ഒരു 100 പോയിൻറ്റ്സ് കൂടുതൽ പ്രോഫിറ്റ് എൻട്രി എടുത്ത ഉടനെ തന്നെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് ലോസ് പിന്നീട് ഏറെക്കുറെ ഈ ഒരു ടൈം ഫ്രെയിം ആകുമ്പോൾ വന്ന് ഹിറ്റ് ആവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ഈ ഒരു ടൈം ഫ്രെയിമിൽ സ്റ്റോപ്പ് ലോസ് വന്ന് ഹിറ്റായി. അതിനുശേഷം പോയി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തേ പറ്റൂ. കാരണം ട്രെയിൽ ചെയ്ത് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ആവറേജ് ചെയ്യായിരുന്നു. നമ്മൾ ഫുൾ ക്യാപിറ്റൽ യൂസിങ് അല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ആവറേജിങ് നമുക്ക് ചെയ്യായിരുന്നു. പക്ഷേ ആവറേജിങ് ചെയ്യുന്നത് ശരിയല്ലാതെ തോന്നി. കാരണം ഓൾറെഡി നമുക്ക് പ്രോഫിറ്റ് വന്ന സാധനമായിരുന്നു. പക്ഷേ നമുക്ക് അന്നേരം റൂൾസിൻ്റെ പുറത്ത് എന്തായാലും നിൽക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം ആവറേജ് ചെയ്തില്ല. അതുകൊണ്ട് എന്തായാലും ആ ഒരു ട്രേഡ് എനിക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോകേണ്ട വന്നു. കോച്ചിൽ തന്നെ എക്സിറ്റ് അടിച്ച് പോകേണ്ട വന്നു. അല്ലാത്ത പക്ഷം നല്ല പ്രോഫിറ്റിലേക്ക് എന്തായാലും വന്നേനെ. അത് ആവറേജ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടാവും. ടാർഗറ്റ് അല്ല, നമ്മുടെ പ്രോഫിറ്റ്, അതായത് പ്രീമിയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ആ പ്രീമിയം നന്നായിട്ട് തന്നെ 100% നമ്മൾ 30% ടാർഗറ്റിങ് 100% കൂടുതൽ ടാർഗറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിരുന്നെങ്കിൽ മിസ്റ്റേക്കിൻ്റെ പുറത്ത് മാത്രം നമുക്ക് നഷ്ടമായി. കൃത്യമാണ്, മിസ്റ്റേക്കിൻ്റെ പുറത്ത് മാത്രം. അല്ലാത്ത പക്ഷം നല്ല രീതിക്ക് പ്രോഫിറ്റ് ആക്കാമായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേലോട്ട് പോയി. വീണ്ടും നമ്മൾ -4 തന്നെയാണ് സ്റ്റേജ്. 6K 10K ഉള്ളത് 4K ലോസിലേക്ക് -4ലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും അന്നേരം കാര്യമില്ല, വിറ്റേക്കാം, പ്രശ്നമില്ല. എന്തായാലും സ്വാഭാവികം. അതിനുശേഷം ഇന്നത്തെ മാർക്കറ്റ് എന്തായാലും നല്ല രീതിക്ക് കളക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല. 10Kയിൽ എടുത്തിട്ടില്ല. അതിലെന്തായാലും 10K വൺ സിയർ ചാലഞ്ചിൻ്റെ ട്രേഡിൽ എന്തായാലും ഒറ്റ ട്രേഡ് എടുക്കണം. അത് റൂൾസ് ഫോളോ ചെയ്യണം. റൂൾസ് ഫോളോ ചെയ്യാതെ അതിനെന്തായാലും ട്രേഡ് എടുക്കാൻ പറ്റില്ല. പേഴ്സണൽ അക്കൗണ്ടിലും വേറെ ട്രേഡ് എടുത്തിട്ടില്ല. ആ ഒരു സമയത്ത് ഒരു ട്രേഡ് എടുത്തു. പേഴ്സണൽ അക്കൗണ്ടിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. അതിന് ഞാൻ ഈ ഒരു ഏരിയയിൽ വരെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് അത് കിട്ടിയതുകൊണ്ട് ഞാൻ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ട്രേഡിൽ വേറെ അക്കൗണ്ടിൽ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം പിന്നെ നല്ല വോളറ്റൈൽ ആയതുകൊണ്ട് ഞാൻ വോളറ്റൈൽ മാർക്കറ്റിൽ അധികം ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പിന്നെ എടുക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ ട്രേഡ് ഒഴിവാക്കുക ചെയ്ത്. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് എൻ്റെ മിസ്റ്റേക്കിൻ്റെ പുറത്ത് മാത്രം ടാർഗറ്റ് അടിക്കാതെ പോയിരിക്കുന്ന ഒരു ട്രേഡായിരുന്നു ഇന്ന്. കോസ്റ്റിൽ എക്സിറ്റ് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. സ്വാഭാവികം, കോസ്റ്റിൽ എക്സിറ്റ് അടിച്ചു. മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇനി വരാതിരിക്കാൻ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും നോക്കാനില്ല. എന്തായാലും ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. മിസ്റ്റേക്ക് വന്നു, അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് നാളെ അടുത്ത ട്രേഡിങ്ങിൽ മിസ്റ്റേക്ക് വരാതിരിക്കാൻ നോക്കുക. നല്ല രീതിക്ക് ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് ആക്കുക. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, ബൈ.